അല്ല, 3 പറഞ്ഞു. ആക്ച്വലി ഞാൻ കേട്ടത് ഒന്ന് എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ്, ടൂറിസം, പല മേഖലകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ ഹെൽത്ത് കെയർ. അഗ്രികൾച്ചർ ഞാൻ ഇപ്പൊ അഗ്രിയിൽ ഇരിക്കുന്നോണ്ട് പറയല്ല, പക്ഷേ അഗ്രികൾച്ചർ ഈസ് വൺ ഏരിയ വിച്ച് വി ഹാവ് നോട്ട് റിയലി അണ്ടർസ്റ്റുഡ് ദ പക്ഷെ പൊട്ടൻഷ്യൽ. അവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് കൃഷി നഷ്ടമാണ്, കൃഷി നഷ്ടമാണ്, കൃഷിക്കാരൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് എന്നാണ് പൊതുവേ ഉള്ളൊരു പബ്ലിക് നറേറ്റീവ്. അവിടെ എങ്ങനെയാണ് അങ്ങ് കൃഷി ലാഭകരമാക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇസ് എ ഗുഡ് ബിസിനസ് എന്ന് പറയുന്നത്? കൃഷി നഷ്ടമാണ് എന്നാണ് ഞാനും കൃഷി വകുപ്പിൽ വരുന്നതിന് മുമ്പ് വരെ വിചാരിച്ചത് കേട്ടോ. യഥാർത്ഥത്തിൽ അത് നഷ്ടമല്ല എന്ന് മാത്രമല്ല, ഭയങ്കര ലാഭമാണ്. ഈ നറേറ്റീവ് മീഡിയയും മൊത്തത്തിലും ഒക്കെ കാണുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കർഷകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്താണ്? വളരെ പ്രായമായ ഒരു അപ്പൂപ്പൻ ആകാശത്തിലേക്ക് നോക്കി, സൂര്യനെ നോക്കി ഇങ്ങനെ ഇരുന്ന് മഴ വരുമോ നോക്കിയിരിക്കുന്നു, മൊത്തത്തിൽ ദാരിദ്ര്യം, ആകെ കഷ്ടപ്പാട്. ദിസ് ഈസ് ദ ഇമേജ് വിച്ച് വി ഗെറ്റ്. അതുകൊണ്ടും പിന്നെ പൊതുവേ തന്നെ എപ്പോഴും നെഗറ്റീവ് ന്യൂസാണ് കേൾക്കാനും കിട്ടാറ്, വായിക്കാനും കിട്ടും. കാരണം ന്യൂസ് എപ്പോഴും നെഗറ്റീവ് ആണല്ലോ. നല്ല ബമ്പർ ക്രോപ്പ് കിട്ടി, ഇന്ന ആൾ കോടീശ്വരനായി, അങ്ങനെയൊന്നും വാർത്ത ഒരിക്കലും വരില്ലല്ലോ. വാർത്ത എപ്പോഴും വരിക വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ ഇത് വന്നു, നശിച്ചു, അതൊക്കെയാണല്ലോ വാർത്ത. സോ ഒരു പൊതുജനത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഇതാണ്. പക്ഷേ ഈ സെക്ടറിന് നമ്മൾ കുറച്ചൊന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതും, നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കൃഷി ചെയ്താൽ, സയൻറ്റിഫിക്കായിട്ടെന്ന് മാത്രമല്ല ബിസിനസ് സെൻസോടുകൂടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. അത് പൂർണ്ണമായിട്ടും ടാക്സ് ഫ്രീയും കൂടാണ്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 10(1) പ്രകാരം ടാക്സേ ഇല്ല. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിൽ എന്തുകൊണ്ട് ആ നെറേറ്റീവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിനകത്ത് ഇത്രയും പൈസ ഉണ്ട് എന്നുള്ളൊരു സംഭവം ജനങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളത്. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നതിന് ശേഷം ലാൻഡ് ഇപ്പം ഫ്രാഗ്മെൻറ്റഡ് ആണ്. കൊച്ചു കൊച്ചു പാഴ്സൽസ് ആണ് ലാൻഡ്. ഇത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും ട്രഡീഷണലി ഫാമിങ്ങോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ അതേ രീതിയിൽ അങ്ങനെ പോകുന്ന പ്ലാന്റേഷൻസ് അല്ല ഞാൻ പറയുന്നത്, കൃഷിയിടങ്ങൾ. അപ്പം ഇവരുടെ കാഴ്ചപ്പാടിൽ കൃഷി ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട് മനസ്സിൽ. അത് തന്നെയാണ് കൃഷി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമോ പുതുതായിട്ടുള്ള പലതും ഒക്കെ പരീക്ഷിക്കാനോ ഒക്കെ പരിമിതികളുണ്ട്. ഈ ഭൂമി ഉള്ള ആൾക്കാർ പലരും കൃഷി അല്ല അവരുടെ മെയിൻ പരിപാടിയും. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടല്ലോ, ഭൂസ്വത്തുള്ള കുടുംബമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പഠിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ വഴിക്ക് പോകും, അങ്ങനെ പലയിടത്തും കൃഷി ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ പാട്ടം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂപരിഷ്കരണ നിയമപ്രകാരം സാധിക്കില്ലെങ്കിലും പാട്ടത്തിന് എടുത്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര് കൃഷി ചെയ്ത് പോകുന്നതല്ലാതെ കൃഷിക്കകത്ത് യുവാക്കളും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടുള്ള ബിസിനസ് സെൻസുള്ള ആൾക്കാരൊന്നും അങ്ങനെ അധികം വന്ന് കാണാത്തതുകൊണ്ടും കൂടെ കേരളത്തിൽ ഒരു അഡീഷണൽ പ്രശ്നമുണ്ട്. ഈ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. ഈ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, നല്ലൊരു ഡോക്ടർ, ഒരു സർജൻ, അദ്ദേഹം നല്ല സർജനാണ്. പക്ഷെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ആശുപത്രി നടത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. കാരണം ആശുപത്രി നടത്തുന്നത് ഒരു ബിസിനസ്സാണ്. എന്ന് പറഞ്ഞ പോലെ നല്ലൊരു കർഷകൻ നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്നില്ല. അപ്പോൾ ബിസിനസ് സെൻസ് ഇതിനകത്ത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നിരിക്കുകയാണ്. കാരണം കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്നാലേ അതിനകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു 10 ഏക്കർ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. ഈ 10 ഏക്കറിൽ നിന്ന് ഞാൻ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരേ ഒരു വിള ചെയ്യുന്നു, അതിൽ നിന്നൊരു ഇതെടുക്കുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ട്. രണ്ട്, ചിലവ് കുറയ്ക്കാനാണ് നോക്കുക. സബ്സിഡി മറ്റേതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഏറ്റവും കുറച്ച് ചിലവാക്കിയിട്ട് അപ്പോൾ കുറച്ചൊരു ലാഭം കിട്ടി, ഇങ്ങനെ പോവാം. ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പൈസ ഇട്ടാൽ ഇത്ര റിട്ടേൺ കിട്ടും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് അധികം ഇടേണ്ടി വരും. ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ എത്രയോ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് മാത്രം ചെയ്യാതിരിക്കുക, മൾട്ടിപ്പിൾ ക്രോപ്സ് ചെയ്യുക, ഒരേ സമയത്ത് 3-4 വിളവ് ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന, പല ക്രോപ്സ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആഗ്രോ ക്ലൈമാറ്റിക് സോൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ളത് പഴത്തിനും പച്ചക്കറിക്കൊക്കെയാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം ഹോർട്ടിക്രോപ്സ് ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് നോക്കിയാൽ അറിയാം. കേരളത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 30 ലക്ഷം മെട്രിക് ടണ്ണാണ് നമുക്ക് പച്ചക്കറി ആവശ്യം എല്ലാ വർഷവും. അതിൽ നമ്മൾ 17 ലക്ഷം മെട്രിക് ടൺ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത്. പഴമാണെങ്കിൽ ഒരു 40 ലക്ഷം മെട്രിക് ടണ്ണാണ് നമുക്ക് ആവശ്യം. അതിൽ 24 ചില്ലറ എങ്ങാണ്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്.
ഈ ഗ്യാപ്പ് പുറത്തുനിന്ന് വരുന്നു എന്ന് മാത്രമല്ല, ശരിക്ക് നമ്മളൊരു എക്സ്പോർട്ട് സോണായി മാറേണ്ട കൂട്ടരാണെന്നും കൂടെ ആലോചിക്കണം. നമുക്ക് 3 ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ്, അല്ലാതെ പോർട്ടുകളുണ്ട്, കൊച്ചി, വിഴിഞ്ഞം, ഇതെല്ലാം ഉണ്ട്. സ്റ്റിൽ വി ഡോണ്ട് ഡു ദാറ്റ് കൈൻഡ് ഓഫ് ആൻ എക്സ്പോർട്ട് അല്ലേ. അതേസമയം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും പഴവും പച്ചക്കറിയിലും ഇത്രമാത്രം ഉൽപ്പാദനവും സാധിക്കുകയാണ്. അവർക്ക് എക്സ്പോർട്ട് കൊണ്ട് എല്ലാം ഉണ്ട്. എക്സ്പോർട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ കയറ്റി വിടുന്നുണ്ട് അല്ലേ. ആൻഡ് ഇതിനകത്തുള്ള പൈസ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പബ്ലിക്കിന് എത്രത്തോളം അറിവുണ്ടെന്നും. ഇപ്പോൾ ഒരു 10 ഏക്കർ എടുക്കുകയാണെങ്കിൽ, ഒരു 10 ഏക്കർ വളരെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ തണ്ണിമത്തനോ ഉദാഹരണം, തണ്ണിമത്തനോ അതോടൊപ്പം മിക്സ് ചെയ്ത് ചെയ്യാവുന്ന വേറെ ചില വിളവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെങ്കിലും, ഞാനിത് ചുമ്മാ പറയല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കണക്കുകൾ എടുത്തിട്ടും കൃഷി ചെയ്യുന്നവരുടെ കണക്കുകളൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്. ഒരു 25 തൊട്ട് 30 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. പ്രോഫിറ്റാണ് ഇതല്ല. ഇത് ഒരു വർഷത്തിലാണോ അതോ ഒരു വർഷത്തെ കണക്കാണ് ഇത്? കൺസർവേറ്റീവ് ഫിഗേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ 30, 20 ഇങ്ങനെ പല ചോയ്സസ് ഓഫ് ക്രോപ്പ് ഏതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഒത്തിരി ഉണ്ട്. ഇതൊന്നും കൂടാതെ ഹൈഡ്രോപോണിക്സും അല്ലെങ്കിൽ ഒരു 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 പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, അത്തരം ഓപ്ഷൻസും ഉണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇപ്പോൾ സ്ട്രോബെറി ഉദാഹരണം, സ്ട്രോബെറി നിങ്ങളൊരു 10-20 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 40 ലക്ഷത്തിന്റെ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷേ യു ഗെറ്റ് ഇറ്റ്. ഈ കിട്ടുന്നത് മുഴുവൻ ടാക്സ് ഫ്രീ ആണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. വേറെ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും 20-30% ടാക്സ് പോയില്ലേ. അപ്പം ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ബിസിനസ് അറിയാവുന്ന ആൾക്കാർ കൂടുതലും അവർ കൃഷിയിലോട്ട് അങ്ങനെ പോയിട്ടില്ല. പ്ലാന്റേഷൻ കുറച്ച് പേരുണ്ട്, പക്ഷെ പ്ലാന്റേഷൻകാർ ഇറ്റ്സ് എ ഡിഫറെന്റ് മൈൻഡ് സെറ്റ് കേട്ടോ. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഒരു സാധനം സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഫാമിലി ലെഗസി ബിസിനസിന്റെ ഒരു അത്രേ ഉള്ളൂ. അതിനകത്ത് യു ഡോണ്ട് ഹാവ് ടു ബി അജൈൽ. പക്ഷേ ഈ പഴവും പച്ചക്കറി എന്ന് പറയുന്നത് ഹോർട്ടിക്രോപ്പ്, ഇത് മാത്രമല്ല ഫ്ലോറിക്കൾച്ചർ, ഓർക്കിഡ്സ്, ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. കേരളത്തിൽ ഇതെല്ലാം പറ്റുന്നതാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നത് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളിപ്പോഴും വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് കൃഷി നഷ്ടമാണെന്നും പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ. ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ, ഇപ്പം ഞാൻ 10 ഏക്കറിൻ്റെ കണക്കാണ് പറയുന്നത്. നിങ്ങളിത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ടൊന്ന് നോക്കൂ, 100 ഏക്കർ ആക്കുമ്പോഴേക്കും ഓൾറെഡി നിങ്ങൾ കോടീശ്വരനായി കഴിഞ്ഞു ഒരു വർഷത്തേക്ക്. ഇപ്പോൾ എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ബാംഗ്ലൂരും മറ്റേക്കുള്ള IT പ്രൊഫഷണൽസ്. അവർ IT പ്രൊഫഷണൽസ് ജോലി രാജിവെച്ചിട്ട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കി കൃഷിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൃഷിയിൽ ആക്ച്വൽ കൃഷി ഇതുപോലെ വരുമാനമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ്, ആ ചെയിൻ മൊത്തം അതും എല്ലാം ടാക്സ് എക്സംപ്റ്റഡ് ആണെന്നുള്ളതാണ് രസം. നമ്മൾ എത്ര മലയാളികൾ അതിലോട്ട് ഇറങ്ങി എന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മൾ ആരും അതിലോട്ട് അത്ര ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ ആൾക്കാരെല്ലാം സക്സസ്ഫുള്ളുമാണ്. ഇൻഫോർമലി ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കർഷകരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിലായതെന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ മേക്കിംഗ് ലോട്ട് ഓഫ് മണി ഹാപ്പിലി. അവരുടെ കൃഷി നഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ ചിരിക്കുകയാണ് എന്ന്. കോമൺ നെറേറ്റീവ് അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൺലി ദോസ് ഹു നോ സയന്റിഫിക് ഫാമിംഗ് ആൻഡ് ഹു അണ്ടർസ്റ്റാൻഡ് ബിസിനസ്. പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം ഒന്ന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ. അതായത് നേരത്തെ ഒരു കർഷകന്റെ ഒരു ചിത്രം അങ്ങ് വരച്ച് കാട്ടി അല്ലേ. അത്തരത്തിലുള്ള കർഷകർ വളരെ കൂടുതലാണ്. അവരാരും ട്രഡീഷണലി കച്ചവടക്കാരാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇടനിലക്കാരാണ് ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു നരറ്റീവ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് IT ജോലി രാജിവെച്ചിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി കൃഷി തുടങ്ങി. അവർ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസസ് ഇവർ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ കേരളത്തിലല്ല, മറ്റു പുറത്ത് മലയാളികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ പോലും ചെയ്യുന്നത് മറ്റു സംസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ബിസിനസ്സുകാർ അല്ലെങ്കിൽ എന്റർപ്രന്യൂർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെയും കർഷകരെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കാൻ കഴിയുമോ? അങ്ങനെ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ബാലേന്ദ്ര മേനോനെ പോലെ കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അപ്പോൾ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു കർഷകൻ അയാളുടെ അടുത്ത് പറയണം നിങ്ങൾ ബിസിനസ് മനസ്സിലാക്കണം, ബിസിനസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ സമയത്ത് ഇന്ന് കൃഷി ചെയ്യണം, ഇതൊന്നും പറഞ്ഞാൽ ദേ മേ നോട്ട് ഗെറ്റ് ഇറ്റ്. കാരണം കൺവെൻഷണൽ ആയിട്ടുള്ളൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പാണ് വേണ്ടത്. നമ്മൾ കൂട്ടായ്മയിലാണ് വികസിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ബിസിനസ് മനസ്സിലാവുന്ന, ബിസിനസ് സെൻസ് ഉള്ള സ്റ്റാർട്ടപ്പുകളുമായിട്ട് യോജിച്ചിട്ട് കർഷകർക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു കയ്യിലുള്ള ഭൂമിയുടെ ഉൽപ്പാദനം, അതിൽ നിന്നുള്ള മാക്സിമം ഉൽപ്പാദനം പുറത്തെടുക്കാം. മാക്സിമം എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതല്ല, വാല്യൂ എക്സ്ട്രാക്ഷൻ മാക്സിമം ആക്കാം. ഏത്
ഏത് ഫ്രൂട്ട് അല്ലെങ്കിൽ ഏത് പച്ചക്കറി, ഏത് ഇത് പൂക്കൾ, എന്ത് വി ഡോണ്ട് നോ വാട്ട്, ഇപ്പം മഷ്റൂംസ്, ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ്, ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പോകുന്ന ഇഞ്ചി, ഇതിനെല്ലാം നല്ല റിട്ടേൺസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം, ഏത് സീസണിൽ ഇത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ തണ്ണിമത്തനൊക്കെ, ഇപ്പം കേരളത്തിൽ തണ്ണിമത്തൻ എന്തുമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇറ്റ്സ് ഹ്യൂജ്. കേരളത്തിൽ ഉൽപ്പാദനം ഇല്ല, ശരിക്കും മുഴുവനും വരുന്നത് പുറത്തുനിന്നാണ്. അതേസമയം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഇത് ബെസ്റ്റാണ്. ഈ തണ്ണിമത്തൻ്റെ കൃഷി യഥാർത്ഥത്തിൽ എങ്ങനെ ചെയ്താലും ഒരു 10 ഏക്കർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-16 ലക്ഷം രൂപയുടെ മേലെ പ്രോഫിറ്റ് അഗൈൻ ഐ എം സെയിങ് പ്രോഫിറ്റ് ഉള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല? അത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യണം. മൾച്ചിങ്ങും മറ്റേതും മറിച്ചെല്ലാം ചെയ്ത് ഡ്രിപ്പും ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ആർക്കാനും വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഹാവ് ദ ഡെഡിക്കേഷൻ. ആ പണി അറിയണം. ഇപ്പം എല്ലാം അറിയുന്ന ആൾക്കാരുണ്ടാവില്ല എന്നുള്ള പോയിന്റിലായി കം ബാക്ക്. കാരണം ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ, അതെ, ഇതിൻ്റെ ശരിക്കും കൃഷി ഇറക്കുമ്പോൾ തന്നെ ഇത് വാങ്ങാനുള്ള ടൈപ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നാഷണൽ ലെവലിൽ തന്നെ ഇത്തരത്തിലുള്ള കുറേ ഇത് ആപ്പുകളും മറ്റും, നിഞ്ച കാർട്ട് പോലെയുള്ളതൊക്കെ അവൈലബിൾ ആണ്. നിഞ്ച കാർട്ട് കേരളത്തിലില്ല. വിച്ച് അഗെയിൻ സേ ഇറ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി. ഇത് കണക്ട് ചെയ്ത് എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യാൻ സാധിക്കണം, ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് എല്ലാം. ഇപ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് മോള് റിലയൻസും ലുലുവും ഒക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഈ പ്രോഡക്റ്റ് തനിയെ വന്ന് പ്രത്യക്ഷപ്പെടുന്നതല്ല. ഇത് കർഷകരിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ കമ്പനികളുണ്ട് ഈ ഫുഡ് പ്രോസസ്സിങ് മേഖലയിലുള്ള, ഇപ്പോൾ ITC പോലുള്ള, ഇവർക്കൊന്നും സപ്ലൈ കിട്ടുന്നില്ല. റെഗുലറായിട്ട് സപ്ലൈ വേണം. ഇപ്പോൾ നമുക്ക് പലർക്കും ഈ പല പ്രോഡക്ട്സിൻ്റെയും ഉറവിടം അറിയില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പലയിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യം, സാബുദാന എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. സാബുദാന ചൗവരി എന്ന് പറയുന്നത് സാബുദാന. ഇപ്പോൾ ഈ സാബുദാന ഈ നാഷണലി എല്ലാവരും വടക്കേന്ത്യയിലും ഒക്കെ തന്നെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കഴിക്കുന്ന ഒരു സാധനമാണ്. അരിയാഹാരത്തിന് പകരം എന്നാണ്. ഈ സാബുദാന എന്താണെന്ന് അറിയാമോ? സാബുദാന എൻ്റെ മനസ്സിൽ ചൗവരി വെച്ചുണ്ടാക്കുന്ന ഒരു, ഈ സാബുദാന കപ്പയിൽ നിന്ന് വരുന്നതാണ്. ഇത് കപ്പയിൽ നിന്നാണെന്ന് പലർക്കും അറിയത്തില്ല. കപ്പയാണോ ഈ സാബുദാന എന്ന് അത്ഭുതത്തോടെ പറയുന്ന ഇത് പൗഡർ ചെയ്തിട്ട് അതിൻ്റെ ഗ്രാനുവൽസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ സി ഇമാജിൻ, ഈ ഇന്ത്യ മുഴുവനും, ഇന്ത്യ മാത്രമല്ല പുറത്തുള്ള വിദേശത്തുള്ള NRIs ഒക്കെ ഫാസ്റ്റിംഗ്, എസ്പെഷ്യലി നോർത്തിൽ വളരെ പ്രബലനാണ്, ട്യൂസ്ഡേയ്സും ഫ്രൈഡേയ്സും ഒക്കെ. അപ്പോൾ അവരൊക്കെ കഴിക്കുന്ന ഈ സാധനം കപ്പയാണ്. കപ്പയുടെ ഏറ്റവും നന്നായി പ്രൊഡക്ഷൻ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ പക്ഷേ കപ്പ അതേപോലെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്തെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നമ്മളെ ബാധിക്കും. യഥാർത്ഥത്തിൽ പൗഡർ ചെയ്യാനുള്ളത് അത്ര വലിയ മെഷീനറി ഒന്നും അല്ല. ഇറ്റ് ബിക്കംസ് അനദർ പ്രോഡക്റ്റ്. ഈ കപ്പയുടെ പൊടി തന്നെയാണ് നമ്മൾ ഈ ഹെൽത്ത് ഡ്രിങ്കുകളിൽ പലതിനകത്തും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് വേറെ ഒന്നും അല്ല, ഈ കപ്പപ്പൊടി. ഇപ്പം ഇങ്ങനെ കുറേ പ്രോഡക്ട്സും കുറേ സാധനങ്ങളും വരുന്നത് ഫാമിൽ നിന്നാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്നത് പറഞ്ഞാൽ റെഗുലർ സപ്ലൈ ആണ്. ബാക്ക് ടു ബാക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ ഇവർ പലപ്പോഴും അപ്പ് ഫ്രണ്ട് ഫണ്ടിങ്ങും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഫണ്ടിങ്ങിന് ശരിക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒട്ടനവധി സ്കീംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കീഴിൽ പ്രോസസ്സിങ് യൂണിറ്റ്സിനും ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ കൃഷിക്കും ആസ് സച്ച് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പൂർണ്ണമായിട്ട് നമ്മൾ അവൈൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അവയർനെസ്സും വളരെ കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കോർ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ബിസിനസ് അക്യുമൻ അല്ലെങ്കിൽ ആന്ത്രപ്രനേറിയൽ ഡ്രൈവ് ഇല്ലായ്മയാണ്. ഒരു ആന്ത്രപ്രനേറിയൽ ഡ്രൈവ് ഉള്ള ഒരാൾ എൻ്റർ ആയി കഴിയുമ്പം ഈ ഡോട്ട്സ് എല്ലാം കണക്റ്റഡ് ആവും. അയാൾ എൻഷുർ ചെയ്യും. ഇത് എല്ലാം ഗവൺമെൻറ് ചെയ്യാനൊന്നും പറ്റില്ല. ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ കൈ പിടിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആ ആന്ത്രപ്രനേറിയൽ ഡ്രൈവ് ഉള്ള ഒരു എലമെന്റ് എൻ്റർ ആയി കഴിഞ്ഞാൽ കളി അങ്ങ് മാറും. തീർച്ചയായിട്ടും അത് കൃഷി, അതൊരു എനിക്കൊരു പുതിയ അറിവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൃഷി നഷ്ടമാണെന്നുള്ള ഒരു പൊതു നറേറ്റീവിൽ നിന്നും കൃഷി വളരെ ലാഭകരമായി നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ടൂറിസത്തിനെ പറ്റി പറഞ്ഞു, നമ്മൾ ഹെൽത്ത് കെയറിനെ പറ്റി പറഞ്ഞു, നമ്മൾ എഡ്യൂക്കേഷണൽ സ്കില്ലിങ്ങിനെ പറ്റി പറഞ്ഞു, നമ്മൾ കൃഷിയെ പറ്റി പറഞ്ഞു. വേറെ ഏതെങ്കിലും സെക്ടേഴ്സ് അങ്ങയുടെ മനസ്സിൽ വരുന്നത്? എനിക്ക് തോന്നുന്നു ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ AI ഈസ് ഓൾസോ വൺ മേജർ ഏരിയ. കാരണം AI നമ്മൾ AI ഡെവലപ്മെൻറ്റിനകത്താണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഹൈ എൻഡ് യൂസർ പെർസ്പെക്റ്റീവിലും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ പ്രോംപ്റ്റ്സ് കൊടുക്കുന്നത്, ആ കമാൻഡ്സ് കൊടുക്കുന്നത് തന്നെ ഒരു സ്കില്ലായിട്ട് മാറും
ഓൾറെഡി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വരെ പേരിട്ട് ജോലി തന്നെ വന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ അങ്ങനെ വന്നു. എക്സാക്ട്ലി. ഇപ്പം ഇതിന് വേണ്ടുന്ന സ്കില്ല് വേറെ ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷനും കോമൺ സെൻസും നല്ലൊരു എമ്പതിയും കൂടെ ആവശ്യമുണ്ട്. ശരിക്കും മറ്റേ അപ്പുറത്തിരിക്കുന്നതിനെ അതിനൊരു മെഷീനായി കാണാതെ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഒരു കഴിവാണ്. ആ കോണ്ടെക്സ്ച്വലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അബ്സർഡ് ആയിട്ടുള്ള റിസൾട്ടും ആയിരിക്കും. സോ ഒരു നല്ല ടീച്ചർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനായിട്ടുള്ള കുറേ പേർക്ക് സത്യം പറഞ്ഞാൽ, ആക്ച്വലി ഐ ഹാവ് സ്പോക്കൺ ദിസ് ടു ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്, ഒരു ട്രെയിനിങ് സ്ഥലത്ത് ഞാൻ പറയുകയും ചെയ്തതാണ്, നിങ്ങൾ ടീച്ചേഴ്സിനാണ് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ അറിയാം. അപ്പുറത്തെ ആൾ ഒരു അത്യാവശ്യം ഇഗ്നറൻ്റ് ആണ്, അറിയില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ക്ഷമയോടെ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആ ഒരു ലാംഗ്വേജ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അഗെയിൻ ഇംഗ്ലീഷ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മലയാളത്തിലോട്ടും എല്ലാം വരും, പക്ഷേ എന്നാലും അൾട്ടിമേറ്റ്ലി യു ഷുഡ് നോ ഹൗ ടു ഡ്രാഫ്റ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിനുള്ള ഒരു സ്കോപ്പും സ്പേസും ഫ്യൂച്ചറിലേക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ തിങ്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മളിപ്പോൾ ജനങ്ങളുടെ ഇടയിലോട്ടും ഇതിൻ്റെ അവയർനെസ് ഒക്കെ കൊടുത്തു കഴിയുമ്പം ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഒരു സാധനം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഞാൻ അങ്ങനെ ഒരു വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. സാധാരണ IAS മറ്റൊരു കരിയറിനെ പറ്റിയും ആലോചിക്കാറില്ല. അവർ IAS വളരെ അപൂർവം ആൾക്കാരെ മാത്രമേ ഞാൻ അതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങുന്നതായിട്ട്. പക്ഷെ അങ്ങ് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രന്യൂർ ആവുന്നതിനെ പറ്റി അങ്ങ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതൊരു എക്സൈറ്റിംഗ് പ്രൊപ്പോസിഷനായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആന്ത്രപ്രനർഷിപ്പ് ആണോ എന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലാണ്. ഇൻഫാക്റ്റ് ഞാൻ ഇടയ്ക്ക് തള്ളാറുണ്ട്. എനിക്കൊന്നൊരു 10-12 കൊല്ലം മുമ്പ് നമ്മുടെ ഇവിടുത്തെ പട്ടത്ത് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇരുന്ന് കത്തിവെക്കുകയാണ്. അന്ന് ഹി വാസ് വിത്ത് വർക്കിംഗ് ഇൻ ടെക്നോ പാർക്ക്. അപ്പോൾ അവനിങ്ങനെ ഇവിടുത്തെ ഫുഡ് മോശമാണെന്ന് പറയാം. അന്ന് ഇവിടെ ക്യാൻറ്റീൻ ഫുഡ് മറ്റേ, അപ്പോൾ ആർക്കും ഭക്ഷണം ശരിയാകുന്നില്ല. അങ്ങനെ അന്നേരം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അന്ന് ഞാൻ ആക്ച്വലി ഒരു വെരി ഇൻട്രസ്റ്റിംഗ് തിങ്, കാരണം ഒരു പൊട്ടൻഷ്യൽ ആണല്ലോ. അപ്പം നമുക്ക് അന്ന് കുടുംബശ്രീ യൂണിറ്റ്സിനെയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പൊതിച്ചോറ് റെഡിയാക്കാമെന്നും, എന്നിട്ട് ഇതിൻ്റെ വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ലോജിസ്റ്റിക്സ്. അതായത് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഫുഡ് ഓർഡർ ചെയ്യാനും, വിൽ ഫോക്കസ് ഓൺ ടെക്നോ പാർക്ക് ഫസ്റ്റ്, പിന്നെ നമ്മൾ കൊച്ചിയിലേക്കും ഇറക്കാം. എന്നിട്ട് അപ്പം തന്നെ ചോറ്റുപാത്രം.com എന്നൊക്കെ പറഞ്ഞ് ഡൊമൈനൊക്കെ രജിസ്റ്റർ ചെയ്താക്കി. പിന്നെ എനിവേ സ്വിഗ്ഗിയായും സൊമാറ്റോയായും നമ്മുടെ കൺവെന്റിൽ അവതരിച്ചു. ദാറ്റ്സ് എ ട്രാജഡി. ഇത് കഴിഞ്ഞ് വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ പോയി. അതും കഴിഞ്ഞ് 2 വർഷം കണ്ട് കഴിഞ്ഞിട്ടാണ് ഈ സ്വിഗ്ഗി എന്ന് പറഞ്ഞ കമ്പനി പോലും രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവനെ കാണുന്നുണ്ട്, ആയിരക്കണക്കിന് കോടിയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ബട്ട് ഞാൻ ഫൈൻഡിങ് എ ഐഡിയ ദാറ്റ് റിയലി എക്സൈറ്റ്സ് മീ. ആൻഡ് ഒരു സാധനം തുടങ്ങി വെക്കാനും ഇതൊക്കെ ഈ ആരംഭ ശൗര്യത്വം എന്ന് പറഞ്ഞ് പറയല്ല, പക്ഷെ ആ ഇനീഷ്യൽ ഫേസ് ഉണ്ടല്ലോ, ആൻഡ് സ്റ്റെബിലൈസിങ് ഇറ്റ്, ദാറ്റ് ഐ റിയലി ലൈക്ക്. ഒരു മൊണോട്ടണിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഫൈൻഡ് എനി എക്സൈറ്റ്മെന്റ് ഇൻ ദാറ്റ്. സോ അങ്ങനെ ഒരു പുതിയ സാധനം തുടങ്ങാൻ വളരെ ഇൻട്രസ്റ്റ് തോന്നുന്നു. ബിസിനസ് ഐഡിയാസ് എക്സൈറ്റ് ചെയ്യാറും ഉണ്ട്. മേ ബി വൺ ഡേ ഞാൻ എനിക്കായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഐ ബീൻ വെരി വോക്കൽ വിത്ത് ബിസിനസ് ഐഡിയാസ് ആൻഡ് ഐ ട്രൈ ടു മേക്ക് പീപ്പിൾ ഡൂ ദാറ്റ്. ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്റ്റാർട്ടപ്പുകൾ ആരെയും കൊണ്ട് ഇന്നത് ചെയ്യിപ്പിക്കൂ ഇതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. കാരണം അതിനകത്ത് പൈസ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഫേം കൺവിക്ഷനാണ്. മേ ബി സംഡേ മറ്റേ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. അല്ലെങ്കിൽ ഇൻഫാക്ട് വാട്ട് ഐ സേ മേ ബി ഇൻ ഫ്യൂച്ചർ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിനകത്ത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖലകളിലേക്ക് ഗവൺമെന്റ് സർവൻസിനും ശരിക്കും ഇറങ്ങാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം എന്ന് ഐ വുഡ് തിങ്ക് ദാറ്റ് വുഡ് ബി എ ഗുഡ് ഡെവലപ്മെന്റ്. ദാറ്റ് വുഡ് ബി എ ഗുഡ് ഡെവലപ്മെന്റ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാക്കൽറ്റി ഓൺടർപ്രണർഷിപ്പിനെ പറ്റി ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് പറയുന്നത് പോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സബാറ്റിക്കൽ എടുത്ത്
കമ്പനി തുടങ്ങാനുള്ള ഒരു പ്രൊവിഷൻ പണ്ടുണ്ടായിരുന്നു. അത് പിന്നീട് എപ്പോഴും അത് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ പല സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു നോളജ് ഉണ്ട്. ഇപ്പോൾ പണ്ട് ടൂറിസം കൈകാര്യം ചെയ്ത സമയത്ത് ആ സമയത്ത് നമ്മളെ യു നോ ഇൻസൈഡ് ഔട്ട് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു ബിസിനസ് നടത്തേണ്ടത്, എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. KTDC 2 കൊല്ലം ഓടിച്ച സമയത്ത് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ കിട്ടില്ലേ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓരോ സെക്ടർ കൈകാര്യം ചെയ്യുമ്പോഴും യു ആർ ഫോഴ്സ് ടു സ്റ്റഡി, സോ യു വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പോൾ ആ നോളജ് പിന്നീട് നമ്മൾ വൈ കാണ്ട് ഇറ്റ് ബി ട്രാൻസ്ഫേർഡ്. ഇത് ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ പണ്ടത്തെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് ചെയ്യുന്നത് എന്തോ അയാൾക്ക് എന്തോ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. പക്ഷേ യു ആർ ആക്ച്വലി ഗിവിങ് ഇറ്റ് ടു ദ സൊസൈറ്റി ഓൾസോ അല്ലേ. സൊസൈറ്റിക്കും കൊടുക്കുകയാണ്, നമ്മുടെ GDPക്ക് ഒരു വർധനമുണ്ടാവുകയാണ്, കുറച്ച് പേർക്ക് ജോലി കിട്ടുകയാണ്. വി ഷുഡ് സീ ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. മേ ബി സംഡേ ആ പോളിസിയൊക്കെ ചേഞ്ച് ഒക്കെ വന്നാൽ എനിക്ക് സമൂഹത്തിൻ്റെ ഒരു കാതലായ മാറ്റം വന്നിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്ന അതാണ്. പണ്ട് ബിസിനസ്സുകാരെ ചൂഷകന്മാരായിട്ട് കണ്ടതിൽ നിന്ന് ഇന്നവരെ തൊഴിൽദാതാക്കളായിട്ട് ആൾക്കാർ ഇപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല മാറ്റമാണ്. തൊഴിൽദാതാവ് എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ പറയുന്നത് അതൊക്കെ മേലെ പോകണം. കാരണം തൊഴിൽദാതാവായിട്ട് മാത്രം കാണരുത്, നമ്മളെ വാല്യൂ ക്രിയേഷനും കൂടെ കാണണം. കാരണം എത്ര തൊഴിൽ കൊടുത്തു എന്നുള്ളത് മാത്രം വെച്ചിട്ട് അസസ് ചെയ്യരുത്. ഒരു തൊഴിലും കൊടുത്തില്ലെങ്കിൽ പോലും അയാൾ അവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ഗുണമുണ്ട്, എക്കണോമിക്കിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ടാക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ലോട്ട്സ് ഓഫ് തിങ്സ് ദാറ്റ് കം അതിൻ്റെ കൊറോളറി ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ആ തൊഴിൽദാതാവ് സാധനം കൂടെ ഡിറ്റാച്ച് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും അൺകണ്ടീഷണലി ഒരു ആന്ധ്രപ്രദേശിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വെളിയിൽ നിന്ന് ഇത് നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? യു ആർ എൻ ഐഡിയേറ്റർ, യു കം അപ്പ് വിത്ത് സോ മെനി ബ്രില്യൻ്റ് ഐഡിയാസ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയാസ് മനസ്സിലുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്താൽ ഇവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു തോട്ട് അങ്ങയുടെ മനസ്സിലുണ്ടോ? I think you are doing a great job. Thank you for saying that. Seriously, കാരണം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഐ തിങ്ക് ഇപ്പോൾ ഗ്ലോബലി ഓൾസോ കേരളത്തിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇറ്റ് ഹാസ് ബീൻ റാങ്ക്ഡ് ഫസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഇത്രയും നടക്കുന്നുണ്ട്. ഇനി എൻ്റെ മണ്ടനാശയങ്ങൾ വെച്ച് നിങ്ങൾ കുളവാക്കാതിരുന്ന അല്ല, എന്നാലും എന്തെങ്കിലും ഒരു ഇന്നത് കൊള്ളായിരിക്കും എന്ന് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കുകയല്ല. അല്ല, ഐ തിങ്ക് നമ്മൾ ഈ അൺഷാക്ലിംഗ് ആണ് എൻ്റെ ഒരു പെറ്റ് തീം. ഫ്രീഡം. ഇപ്പോൾ ഈ അൺഷാക്കിൾ ചെയ്തിട്ട് എത്രത്തോളം നിങ്ങൾ ഒരു ആന്ത്രപ്രനർക്ക് ഇനീഷ്യലി എസ്പെഷ്യലി ആദ്യം തന്നെ അരുത് എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ഒരു ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ കയറി അങ്ങ് നിരങ്ങാനുള്ളൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ, കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് വി ക്യാൻ ഡു. ഒരാളെ സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ച് കഴിഞ്ഞ് അയാളെ അങ്ങ് കൈയൊഴിയല്ല, നമ്മൾ കൂടെ നിർത്തി ലൈക്ക് യു ഗിവ് ദ അലവൻസ് ഫോർ മേക്കിംഗ് മിസ്റ്റേക്സ്. അത് ഐ ഡോണ്ട് നോ ഹൗ വി ക്യാൻ സ്ട്രക്ചർ ഇറ്റ്. പക്ഷേ കുറേ അനുഭവത്തിലൂടെ മാത്രമല്ലേ പഠിക്കുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ എർലിയർ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ പറയായിരുന്നു, അവിടെ വെൻ വി വർ സപ്പോർട്ടിങ് സ്റ്റാർട്ടപ്സ് ആൻഡ് ഓൾ ദാറ്റ്, ആദ്യമായിട്ട് പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇത് കൊടുക്കാൻ ഞാൻ അങ്ങനെ ഡോണ്ട് റെസ്ട്രിക്ട്. ഇത് 1-2 തവണ ചെയ്ത് പൊളിഞ്ഞോ സക്സസ്ഫുൾ കൂടി കടന്നു പോകുന്ന ആൾക്കാർക്ക് സപ്പോർട്ടിങ് them. നമുക്ക് വേണ്ടുന്ന എന്താണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആന്ത്രപ്രനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഡൈവേഴ്സിഫിക്കേഷനും അനുവദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെക്ടറിൽ അവൻ പഠിച്ച ആ ഒരു നോളജ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടും ചെയ്യാം. ഇപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആൾക്കാരും അങ്ങനെ. ഇപ്പം തമാശ പറയാം, നമ്മുടെ വിപ്രോൻ്റെ ലോഗോ എല്ലാവരും പറയാറുണ്ട്. വിപ്രോൻ്റെ ലോഗോ സൺഫ്ലവർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് വിപ്രോ സൺഫ്ലവർ ഓയിൽ കമ്പനി ആയിരുന്നു. അപ്പോൾ അവരുടെ പണി കണ്ടതായിരുന്നു. അതിൽ നിന്ന് IT-യിൽ ലാഭം ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർ IT-യിലോട്ട് വന്നു. ഇപ്പോൾ ഫാമിംഗ് സെക്ടറിൽ വൻ ലാഭം ഉണ്ടെന്നും ഫുഡ് ഇതിനകത്ത് ഭയങ്കര പ്രോഫിറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ now they are back into it. Or at least they are investing more into it. ഇപ്പോൾ കേരളത്തിൽ തന്നെ they have taken over a couple of companies and all that. നിറബറ അവരാണ് എടുത്തത്. അപ്പോൾ what I'm saying is, ഇവിടെ കിട്ടിയ കോമ്പറ്റൻസ് അവർ ഇപ്പുറത്തെടുക്കാൻ പറ്റി, ഇവിടെ നിന്ന് അപ്പുറത്തെടുക്കാൻ പറ്റി. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി സ്റ്റാർട്ടപ്സിനകത്തും വരണം. ഒരു സ്റ്റാർട്ടപ്പുകാരന് ഒരു സാധനം അത് മാത്രം എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യം. ആൻഡ് വൺ മോർ തിങ് ഐ ഫെൽറ്റ് വാസ് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഡെഫിനിഷനും വളരെ ലിമിറ്റഡ് ആക്കാതെ
കുറെ കൂടെ ലിബറൽ ആവുന്നത് നല്ലതാണ്. ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഓൾറെഡി യു ഡൺ ഇറ്റ്. ഇപ്പോൾ പണ്ട് ടെക്നോളജി മാത്രം എന്നുള്ളതായിരുന്നു, മാത്രം ഒതുങ്ങി നിൽക്കാതെ, ടെക്നോളജിയിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാ ഇതിലോട്ട് വരികയും ആൻഡ് ഈവൺ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഐഡിയ വേണം അങ്ങനെയെന്ന്. അതുപോലെ ഐ തിങ്ക് എ ഗുഡ് ആന്ത്രപ്രനേറിയൽ സാധനം, മൈൻഡ് സെറ്റ്, ഒരു നല്ല ബ്രില്യൻ്റ് ഐഡിയ ഉണ്ടെങ്കിൽ ഇറ്റ് നീ നോട്ട് ബി സംതിങ് റിയലി ന്യൂ. കാരണം ഏറ്റവും സക്സസ്ഫുൾ ഐഡിയാസ് ഒക്കെ ചിലതൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കഴിച്ചു മാറ്റി നമ്മളതിൻ്റെ പുറത്തൊരു വാല്യൂ അഡീഷൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കറക്റ്റ് സാധനമാവുന്നത്. അപ്പോൾ അതുമൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഐ തിങ്ക് യു ഡൂയിങ് ഇറ്റ് എനിവേ, യു ഡൂയിങ് ഇറ്റ്. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. കേരളത്തിലെ ആസ്പയറിംഗ് ഓൺടർപ്രണേഴ്സ്, അതായത് കേരളത്തിലെന്ന് ഞാൻ പറയുന്നില്ല, ലോകമെമ്പാടുമുള്ള മലയാളി ആസ്പയറിംഗ് ഓൺടർപ്രണേഴ്സ്, സംരംഭകനാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു ഒറ്റ സെൻറ്റൻസിൽ അങ്ങേക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഭയങ്കര ഡീപ്പാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐ തിങ്ക് ഫണ്ടമെൻ്റൽസ് കറക്റ്റ് ആയിരിക്കണം. യു ക്യാൻ ഡ്രീം ഒക്കെ ശരിയാണ്, പക്ഷേ ഫണ്ടമെൻ്റൽസ് കറക്റ്റ് ആയിരിക്കണം. യു ഷുഡ് നോ വാട്ട് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ. പഠിക്കണം. ഈ പലരും ഒറ്റ സെൻറ്റൻസ് കടന്നുപോയാൽ സോറി, അത് സാരമില്ല, നമുക്ക് പഠിക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. ഈ എടുത്തു ചാടാനുള്ളൊരു ടെൻഡൻസി, എസ്പെഷ്യലി ഇപ്പോൾ ഈ നമ്മുടെ യങ്ങർ ജനറേഷനിലുള്ളൊരു, അങ്ങനെ പറയല്ല അവർ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ യങ്ങർ ജനറേഷൻ പലർക്കും ഭയങ്കര കൺവിക്ഷനാണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. പഴയ ജനറേഷൻ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നല്ലതാണെന്ന് തോന്നും, പക്ഷേ ഈ കോൺഫിഡൻസ് പലതും വരുന്നത് മറ്റേ ഡണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറഞ്ഞ മാതിരിയാണ്. അതായത് നിങ്ങൾക്ക് എത്ര അറിവ് കുറയുന്നോ അത്രയും കോൺഫിഡൻസ് കൂടും. ഇപ്പോൾ പറയാം, നമുക്കൊരു വിഷയം അറിയുമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ കുറച്ചൊന്ന് ആലോചിക്കും. കാരണം എല്ലാം നമുക്ക് അറിയാമല്ലോ. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ഒരാൾ അട്ടിച്ചങ്ങ് പറയും. ഇപ്പോൾ ആരോഗ്യ പ്രശ്നം എന്തൊക്കെ വന്നാൽ നമുക്കറിയാമല്ലോ, 2 ഗൂഗിളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ധൈര്യമായിട്ട് ഇതാണ് പ്രശ്നം എന്ന് പറയും. ദേ ഡോണ്ട് നോ ഇറ്റ്. ഒരു ഡോക്ടർ ഹിൽ തിങ്ക് ലോട്ട്, അത് പറയുന്ന പല ന്യൂആൻസസും ആയിട്ട് അറിയാം. ഇപ്പോൾ ഈ ഡണിങ് ക്രൂഗർ എഫക്റ്റ് പോലെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന കോൺഫിഡൻസ് ആണ് പലർക്കും ഉള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ പല സുഹൃത്തുക്കളുടെ മക്കൾ, ടീനേജ് പിള്ളേർ, അവർ ഗെയിമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, മറ്റേ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കഥയൊക്കെ പറഞ്ഞ്, അപ്പോൾ ഒന്ന് അഡ്വൈസ് ചെയ്യണമെന്നും പറഞ്ഞ് വരുമ്പോൾ ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഷോക്ക്ഡ്. ഇവർ ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഒന്നും അറിയില്ല, എന്തോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചു, ആൻഡ് ദേ തിങ്ക് ദാറ്റ് ദേ ഹാവ് ഓൾറെഡി മാസ്റ്റേർഡ് ഇറ്റ്. ഇപ്പം നാളെ ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കോടീശ്വരനാവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും തോന്നും. കാരണം എന്തുകൊണ്ട് അവർ മേ ബി ദേ ഹാവ് ദറ്റ് ആന്ത്രപ്രനേറിയൽ തിങ്, അവർക്ക് ചെയ്യണം എന്നുള്ള ജെന്യുവൻ ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ക്ഷമയില്ല. പഠിക്കാനുള്ളൊരു ക്ഷമ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണോ നിങ്ങൾ സബ്ജക്റ്റ്, നിങ്ങൾ ഏത് മേഖലയിലാണ് ഇറങ്ങുന്നത് അതിനെപ്പറ്റി ആദ്യം ക്ഷമയോടെ പഠിക്കണം, അത് വിനയത്തോടെ പഠിക്കണം. ഒരു കാര്യം എല്ലാ ആന്ത്രപ്രനറും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നിങ്ങളുടെ ബ്രില്യൻ്റ് ഐഡിയ ആയിരിക്കും, ഇത്രയും കാലം ആ ഐഡിയ എന്തുകൊണ്ട് ആരും ചെയ്തില്ല എന്ന് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം. കാരണം ഇത്രയും നാളത് ചെയ്തിട്ടില്ലെങ്കിൽ ദർ കുഡ് ബി എ വെരി വാലിഡ് റീസൺ. നിങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ ബുദ്ധിയുള്ള ആൾ, നിങ്ങളെക്കാട്ടിലും വലിയ ആൾക്കാർ വന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു വിനയത്തോടെ ഒന്ന് അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ വെരി ക്ലിയർ പിക്ചർ. ഓക്കെ, ചിലപ്പം അത് നടപ്പിലാക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഈ സ്ട്രക്ചറൽ ഇഷ്യൂസ് ചിലപ്പോൾ കാണും. ആ സ്ട്രക്ചറൽ ഇഷ്യൂസ് ചിലപ്പോൾ ഇപ്പം മാറിയിട്ടുണ്ടാവും, അപ്പോൾ ഇപ്പോൾ സമയം റൈപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ല, ഇഫ് ദ സെയിം തിങ് ഹാസ് ബീൻ കണ്ടിന്യൂയിങ് ഫോർ ലോങ് ടൈം ആൻഡ് നോബഡി ഈസ് ഡൂയിങ് ഇറ്റ്, ദെൻ മസ്റ്റ് ബി സംതിങ് റോങ്. ഈ പറയില്ലേ, ഫൂൾസ് റഷ്യൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന്. എന്തുകൊണ്ട് ആരും പോയില്ല എന്നുള്ളത് ചിന്തിക്കണം, എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചിന്തിക്കണം, ആൻഡ് യു ഡു എ സ്റ്റഡി ബാക്ക്വേർഡ്സ്. ആ വിനയം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. ഞാൻ അതിനകത്തുനിന്ന് ക്ഷമ, വിനയം, കണ്ടിന്യൂസ് ലേണിംഗ് മുതലായ വാക്കുകൾ കടമെടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ സെൻറ്റൻസിന് വേണ്ടിയിട്ടുള്ള. ആൻഡ് ഐ ലൈക്ക് ദാറ്റ് വൺ സെൻറ്റൻസ്, ഫൂൾസ് റഷ്യൻ ഏഞ്ചൽസ് ഫിയർ ടു ട്രൈ എന്നുള്ള ആ ഒരു വാക്കായിരിക്കും പ്രോബ്ലി അതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വൈസ്. ഇത്രയും നേരം സ്ട്രെയിറ്റ് ഡ്രൈവിന് വേണ്ടി സമയം ചെലവാക്കുകയും അങ്ങയുടെ അനുഭവങ്ങളും വിജ്ഞാനവും ഇവിടെ പങ്കുവെക്കാനും കാണിച്ച ഒരു മഹാമനസ്കതയ്ക്ക് മുന്നിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ ആയിരുന്നു. കേരളത്തിലെ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന, മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ വാക്കുകൾ ഒരു മാർഗദീപമാവും.
വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ബീൻ എ പ്ലഷർ ഇന്ററാക്ടിങ്. ആക്ച്വലി ഇറ്റ് വാസ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ. ഒരു ഇന്റർവ്യൂ ഒന്നും അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാതെ ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു സീരീസ് ഓഫ് ഇന്ററാക്ഷൻ വിച്ച് യു ആർ പ്ലാനിങ് ഇറ്റ് മേക്സ് എ മേജർ ഇമ്പാക്ട്. ഐ റിയലി ഹോപ്പ് സോ. താങ്ക് യു സോ മച്ച്.